അലൈൻമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ഒരു സർഫസ് ഉണ്ട്. സർഫസിലെ ട്രയാങ്കിൾസും കോണ്ടൂർസൊക്കെ നമുക്ക് ഹൈഡ് ചെയ്യാം. എഡിറ്റ് സർഫസിലേക്ക് ഒന്ന് പോയിന്റ്സ് ട്രയാങ്കിൾസ് ബോർഡർ. അപ്പോൾ നമുക്ക് അവിടെ ഒരു ബൗണ്ടറി മാത്രമായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് അലൈൻമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അലൈൻമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് അലൈൻമെൻറ്റിലേക്ക് പോവാം. ഇപ്പോൾ അലൈൻമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇവിടെ ഒരുപാട് ടൂൾസ് ഉണ്ട്, ഒരുപാട് ടൈപ്സ് ഓഫ് അലൈൻമെൻറ്റ്സ് ഇവിടെ ഉണ്ട്. അപ്പോൾ അതിൽ എല്ലാം നമ്മൾ ഇപ്പോൾ നോക്കുന്നില്ല. നമുക്ക് ബേസിക്കായിട്ട് ആവശ്യമുള്ള കുറഞ്ഞ 2 ടൂൾസ് മാത്രമേ നോക്കുന്നുള്ളൂ. അപ്പോൾ അലൈൻമെൻറ്റ് ക്രിയേഷൻ ടൂൾസിലേക്ക് വരിക. ഇവിടെ അലൈൻമെൻറ്റിനൊരു പേര് കൊടുക്കുക. അപ്പോൾ അലൈൻമെൻറ്റ് 1. അതിനുശേഷം ഇവിടെ എന്ത് ടൈപ്പ് ഓഫ് അലൈൻമെൻ്റ് ആണ് വേണ്ടത്. അപ്പോൾ നമുക്ക് സെൻട്രൽ ലൈൻ ആണെങ്കിൽ സെൻട്രൽ ലൈൻ, ഓഫ്സെറ്റിൽ വേണമെങ്കിൽ ഓഫ്സെറ്റിൽ. അപ്പോൾ ഇവിടുന്ന് ഏതെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ അവിടെ നമ്മൾ സെൻട്രൽ ലൈനാണ് കൊടുക്കുന്നത്. അത് പിന്നീട് നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ ഓഫ്സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ സ്റ്റാർട്ടിംഗ് സ്റ്റേഷൻ. ഇപ്പോൾ നമുക്ക് ഏത് സ്റ്റേഷനിൽ നിന്നാണ് ഈ അലൈൻമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ 100 മീറ്റേഴ്സ്, 200 മീറ്റേഴ്സ്, 300 മീറ്റേഴ്സ്. അപ്പോൾ എവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, അപ്പോൾ ഇവിടെ അത് കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ സൈറ്റ് നോൺ, അലൈൻമെൻറ്റ് സ്റ്റൈല് പ്രപ്പോസ്ഡ്. അപ്പോൾ നമുക്ക് ഈ പ്രപ്പോസ്ഡ് തന്നെ കൊടുക്കാം. ഇവിടെ അലൈൻമെൻറ്റ് ലെയർ, സെൻറ്റർ റോഡ്, അലൈൻമെൻറ്റ് ലേബൽ സെറ്റ്. അപ്പോൾ ഇവിടെ ഒരുപാട് ലേബൽസ് ഉണ്ടാവും. നമുക്ക് ഇപ്പോൾ ഓൾ ലേബൽസ് തന്നെ കൊടുക്കാം. ഇപ്പം ഇവിടെ മേജർ ആൻഡ് മൈനർ ഉണ്ട്. അങ്ങനെ ഓരോ ടൈപ്സ് ഓഫ് ലേബൽസ് ഉണ്ട്. കൊടുക്കുമ്പോൾ നമ്മളെല്ലാം ഓൾ ലേബൽസ് തന്നെ കൊടുക്കുക. അതിനുശേഷം പിന്നീട് എഡിറ്റ് ചെയ്താലും മതി. ഇപ്പോൾ ഇവിടെ ഓക്കെ കൊടുക്കുന്നു. അതിനുശേഷം ഈ അലൈൻമെൻറ്റ് ലേഔട്ട് ടൂൾസിൽ നിന്ന് ഇവിടെ ടാൻജൻറ്റ് ടു ടാൻജൻറ്റ് നോ കർവ്സ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ സെലക്ട് ചെയ്തു. നമ്മളിവിടെ നിന്ന് ഇവിടം വരെ. ഇപ്പോൾ ഇനി എൻ്റർ കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ അലൈൻമെൻറ്റ് അവിടെ ക്രിയേറ്റ് ആയി. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അലൈൻമെൻറ്റിൻ്റെ സ്പീഡ് കാണിക്കുന്നുണ്ട്. ഏത് സ്റ്റേഷനിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിവിടെ കാണിക്കുന്നുണ്ട്. അതിനുശേഷം ഇവിടെ എല്ലാ 20 മീറ്റർ ഇൻ്റർവെൽസിലും ഇവിടെ സ്റ്റേഷൻ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ അറിയാം, ഇവിടെ നമ്മൾ നേരത്തെ അലൈൻമെൻറ്റ് കൊടുക്കുന്ന സമയത്ത് ടാൻജൻറ്റ് ടു ടാൻജൻറ്റ് നോർ കർവ്സ് ആണ്. അപ്പോൾ ഇവിടെ കർവ് ഇല്ല. ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് കർവില്ല. അപ്പോൾ ഇവിടെ ഈ PI എന്ന് കൊടുത്തിരിക്കുന്നത് പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ആണ്. അപ്പോൾ ഈ 2 ലൈൻസ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് ആണ്, അവിടുത്തെ സ്റ്റേഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. അങ്ങനെ എല്ലാ ഇൻ്റർസെക്ഷൻസിലും നമുക്ക് സ്റ്റേഷൻസ് കാണാൻ പറ്റും. ഇവിടെ ആയിട്ട് എൻഡ് പോയിന്റ്, ഇതാണ് നമ്മുടെ സ്റ്റേഷൻ തീരുന്ന ആ ഒരു സ്റ്റേഷനാണിത്. വീണ്ടും നമുക്ക് അലൈൻമെൻറ്റിലേക്ക് പോകാം. അലൈൻമെൻറ്റ് ക്രിയേഷൻ ടൂൾസിൽ അലൈൻമെൻറ്റ് 2, ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. ഇവിടെ ഓക്കെ കൊടുക്കുക. അതിനുശേഷം ഇവിടെ വന്നിട്ട് ടാൻജൻറ്റ് ടു ടാൻജൻറ്റ് വിത്ത് കർവ്സ്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഇത് നേരത്തെ പോലെ ഇവിടെ ഒരു കർവ്സ് ക്രിയേറ്റ് ചെയ്യുന്നു. കണ്ടില്ലേ, ഇതുപോലെ. എൻ്റർ കൊടുക്കാം. ഇപ്പോൾ വീണ്ടും ഇവിടെ ഒരു അലൈൻമെൻറ്റ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും സെയിം തന്നെയാണ്. ഇവിടെ കർവ് വരുന്നുണ്ട്, ഇവിടെ കർവ് വരുന്നില്ല. ആ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അടുത്തതായിട്ട് നമുക്ക് ഒരു ഒബ്ജക്റ്റ് വെച്ചിട്ട് അലൈൻമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണം നമുക്കൊരു പോളി ലൈൻ ആണെന്നുണ്ടെങ്കിൽ ആ പോളി ലൈൻ
വെച്ചിട്ട് ഒരു അലൈൻമെന്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ പോളിലൈൻ എടുത്തു. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഒരു പോളിലൈൻ ഉണ്ട്. അപ്പോൾ ഈ പോളിലൈൻ എങ്ങനെ ഒരു അലൈൻമെന്റ് ആക്കി മാറ്റാം. അപ്പോൾ അലൈൻമെന്റിലേക്ക് വരിക, ക്രിയേറ്റ് അലൈൻമെന്റ് ഫ്രം ഒബ്ജക്ട്സ് എന്നുള്ളത് കൊടുക്കുക. എന്നിട്ട് ഒബ്ജക്റ്റ് എന്ന് വെച്ചാൽ ആ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ പോളിലൈൻ ആണ്, അത് സെലക്ട് ചെയ്യുന്നു, എൻ്റർ കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് ഏത് ഡയറക്ഷനിലാണ് അലൈൻമെന്റ് വേണമെന്നാണ് ഇവിടെ ചോദിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ആരോ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇവിടെ 0 ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഡയറക്ഷനിൽ വേണം കൊടുക്കാൻ. ഇനി അതല്ല, നമ്മൾ ഇപ്പോൾ അപ്പുറത്തെ വശത്തു നിന്നാണ് നമുക്ക് അലൈൻമെന്റിന്റെ സ്റ്റാർട്ടിങ് വേണ്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ റിവേഴ്സ് കൊടുക്കുക. റിവേഴ്സ് കൊടുക്കുമ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് അലൈൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഈ ഒരു ആ ഒരു ഡയറക്ഷനിൽ തന്നെ കൊടുക്കുകയാണ്. എൻ്റർ കൊടുത്തു. അതിനുശേഷം ഇവിടെ നമുക്ക് അലൈൻമെന്റിന് പേര് കൊടുക്കാം. ഇപ്പോൾ ഇത് അലൈൻമെന്റ് 3. ബാക്കിയെല്ലാം ഇവിടെ സെയിം തന്നെയാണ്. ഇവിടെ ഈ നോ ലേബൽസ് എന്ന് കിടക്കുന്നത് ഓൾ ലേബൽസ് ആക്കുക. ഇവിടെ ഓക്കെ കൊടുക്കുക. അപ്പോൾ ആ പോളിലൈനും നമുക്കൊരു അലൈൻമെന്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ വന്നാൽ ഇവിടെ ഡിസൈൻ സ്പീഡ്, അപ്പോൾ ഡിസൈൻ സ്പീഡ് എന്നുള്ളത് നമുക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ ഇവിടെ അലൈൻമെന്റ് പ്രോപ്പർട്ടീസിൽ വരിക, ഡിസൈൻ ക്രൈറ്റീരിയയിൽ ഇവിടെ നമുക്ക് ഡിസൈൻ്റെ സ്പീഡ് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ 120 km/h എന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അത് ഒരു 120 km/h മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ ആവശ്യമുള്ള ലേബൽസ് മാത്രം ഇവിടെ സെറ്റ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഈ ലേബൽസ് സെലക്ട് ചെയ്യുന്നു. ഇവിടെ എഡിറ്റ് ലേബൽ ഗ്രൂപ്പിൽ വന്നതിന് ശേഷം ഇപ്പോൾ ഒരുപാട് രീതിയിലുള്ള ലേബൽസ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്കിതെല്ലാം ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ എല്ലാം ഡിലീറ്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ മേജർ സ്റ്റേഷൻസ് സെലക്ട് ചെയ്യുന്നു. ഇവിടെ പെർപെൻഡിക്കുലർ വിത്ത് ടിക്ക് ആ ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. അതിനുശേഷം ആഡ് കൊടുക്കുന്നു. ഇപ്പം നമുക്കിവിടെ ഈ ഇൻക്രിമെന്റ് എന്നുള്ളത് ഇപ്പോൾ നമുക്ക് ഡിഫോൾട്ട് ആയിട്ട് 20 മീറ്റേഴ്സിലാണ്. ഇപ്പോൾ നമുക്കിവിടെ അത് 10 മീറ്റേഴ്സ് ആക്കണമെന്നുണ്ടെങ്കിൽ 10 മീറ്റർ ആക്കുക. ഇവിടെ അപ്ലൈ കൊടുക്കുക, ഓക്കെ കൊടുക്കുക. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ അറിയാം ഇതെല്ലാം 10 മീറ്ററിലോട്ട് മാറിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ലേബൽ വിൻഡോ സെലക്ട് ചെയ്യുക. എഡിറ്റ് ലേബൽ ഗ്രൂപ്പിൽ വന്നതിന് ശേഷം ഇവിടെ നമുക്ക് മൈനർ സ്റ്റേഷൻസ് വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ ജോമെട്രിക് പോയിന്റ്. അപ്പം നമ്മുടെ ആ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷനും സ്റ്റാർട്ടിങ്ങും കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ജോമെട്രി പോയിന്റ്സിൽ വരിക. ഇവിടെ പെർപെൻഡിക്കുലർ ടിക്ക് ആൻഡ് ലൈൻ കൊടുക്കുക. ഇവിടെ ആഡ് കൊടുക്കുക. അതിനുശേഷം ഇവിടെ ഡീസെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യമുള്ളത് മാത്രം ഇവിടെ സെലക്ട് ചെയ്യാം. ഇപ്പം നമുക്ക് വേണ്ടുള്ളത് അലൈൻമെന്റ് ബിഗിനിങ്. ആ ബിഗിനിങ്ങിലുള്ള സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ് വേണം, എൻഡ് ചെയ്യുന്ന പോയിന്റ് വേണം, എവിടേക്കാണ് ടാൻജൻസ് വരുന്നത്, അപ്പോൾ ആ ഒരു ഭാഗം വേണം. ഇത്രയും മാത്രം മതി എന്നുണ്ടെങ്കിൽ ഓക്കെ കൊടുക്കുക. ഇവിടെ അപ്ലൈ കൊടുക്കുക, ഓക്കെ കൊടുക്കുക. അപ്പോൾ ഇവിടെ കാണാൻ പറ്റും സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ്, ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ്, ഇവിടെ എൻഡ് പോയിന്റ്. ഇങ്ങനെ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ഇത് എഡിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് ഒരു അലൈൻമെന്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അലൈൻമെന്റ് എല്ലാം നമ്മളിവിടെ നോക്കിയിട്ടില്ല. അപ്പോൾ ഈ അലൈൻമെന്റ് വെച്ചിട്ട് നമ്മളൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാൻ പഠിക്കാം അടുത്ത വീഡിയോയിൽ.